ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. യാമി ഗൗതവും പ്രിയാമണിയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ആർട്ടിക്കിൾ 370 എന്ന ഹിന്ദി സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് വീഡിയോയുടെ അടിയിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പം നമുക്ക് നേരെ സിനിമയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആദിത്യ സുഹാസ് ജാംബലെ എന്ന് പറയുന്ന ആളാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണോ എന്നെനിക്കറിയില്ല, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അതുപോലെ ഇതിൻ്റെ സ്റ്റോറി ആദിത്യധാറും മോണൽ താക്കറും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ സ്റ്റോറി. ആദിത്യധാർ എന്ന് പറയുന്നത് നമ്മുടെ ഉറി എന്ന് പറയുന്ന ഫിലിം, ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ പുള്ളിയായിരുന്നു. അപ്പം ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും ആദിത്യധാറും ആദിത്യ സുഹാസ് ജാംബലെയും അരുൺ ധാവാനും മോണൽ താക്കറും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് PVR ഐനോക്സ് പിക്ചേഴ്സാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് B62 സ്റ്റുഡിയോസും ജിയോ സ്റ്റുഡിയോസും ചേർന്നിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി സിദ്ധാർത്ഥ് ദീന വസനയും അതുപോലെ എഡിറ്റിംഗ് ശിവകുമാർ V പണിക്കറുമാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശാശ്വത് സച്ദേവ് എന്ന് പറയുന്ന പുള്ളിയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് പുള്ളിയും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉറിയുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തത് പുള്ളിയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഏകദേശം ഒരു 2-2.5 മണിക്കൂർ വരുന്നൊരു സിനിമയാണ്. അത് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്തൊരു ഫിലിമാണ്. ബട്ട് ഇറ്റ് വാസ് എ മാസീവ് ഹിറ്റ്. ഒരു 100 കോടിക്ക് മുകളിൽ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ നിന്ന്. അപ്പം നമുക്ക് സിനിമ പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് ഒരു ജമ്മു ആൻഡ് കാശ്മീരിന് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു അവർക്ക്. അവിടുത്തെ ഗവൺമെൻറ് ഫോം ചെയ്യാനും ഒക്കെ ആയിട്ട് അവർക്കൊരു സ്പെഷ്യൽ പ്രിവിലേജും സ്പെഷ്യൽ സ്റ്റാറ്റസും ഉണ്ടായിരുന്നു. അവിടെ താമസിക്കുന്ന ആൾക്കാർക്കും അവിടെയുള്ള പെൺകുട്ടികൾക്കും ഒക്കെ ആയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള കുറേ ഒരു സ്പെഷ്യൽ പ്രിവിലേജസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്ന ഒരു ആർട്ടിക്കിളായിരുന്നു ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത്. അപ്പോൾ അത് 2019 നരേന്ദ്രമോദി ഗവൺമെൻറ് അത് അബ്രോഗേറ്റ് ചെയ്തു. അതായത് അത് വിഡ്രോ ചെയ്തു അവർ. അപ്പം അത് ആ ഒരു ഇൻസിഡൻറ്റ് അത് വളരെ ഭയങ്കര പ്ലാൻഡായിട്ട് ഗവൺമെൻറ് ചെയ്ത ഒരു ആക്റ്റായിരുന്നു ആ ഒരു ആർട്ടിക്കിൾ 370 അബ്രഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അതെന്താണ് അവർ ചെയ്തത്, എങ്ങനെയാണ് അവർ ചെയ്തത് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന സിനിമ ചെയ്തിരിക്കുന്നത്. ഇത് ഡയറക്ടറിനെ പറയുന്നുണ്ട്, ഇത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ദി എൻറ്റയർ കംപ്ലീറ്റ്ലി റിയാലിറ്റി ഫോക്കസ് ചെയ്ത് മാത്രമല്ല ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ വർക്ക് ഓഫ് റിയാലിറ്റി ആൻഡ് ഫിക്ഷൻ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്ച്വലി സിനിമ വന്നപ്പോഴൊക്കെ ഒരുപാട് പ്രൊപ്പഗാൻഡ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ സിനിമ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡിസ്കഷൻസൊക്കെ നടന്നിരുന്നു. പക്ഷേ സിനിമ കണ്ടിട്ട് എനിക്ക് അതൊരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്കൊരു ഫീലിംഗ് വന്നില്ല. ബിക്കോസ് എനിക്ക് പടം പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദ വേ ഇറ്റ് ഈസ് ടേക്കൺ. വാട്ട് എവർ പൊളിറ്റിക്കൽ അജണ്ട എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ. ബിക്കോസ് ഐ എം വാച്ചിങ് ദ മൂവി. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സും കാര്യങ്ങളും ഞാൻ നോക്കുന്നില്ല. കാരണം ഇതിനകത്ത് റിയലായിട്ട് ഇങ്ങനെ തന്നെ ആണോ സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല. പക്ഷേ റിയലായിട്ട് ഇങ്ങനെയാണ് നടന്നത് എന്നുണ്ടെങ്കിൽ ദേ ഡിഡ് ഇറ്റ് ബ്രില്യൻ്റ്ലി. ഭയങ്കര ബ്രില്യൻ്റായിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്തിരുന്നത്. ആ ഒരു അബ്രഗേഷൻ പ്രോസസ്സ് അവർ ഹാൻഡിൽ ചെയ്തത് വളരെ കിടിലമായിട്ടാണ് ചെയ്തിരുന്നത്. അതിന് കുറച്ചും കൂടി ഫിക്ഷനൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്തായാലും ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഫിലിം വളരെ കൺവിൻസിങ് ആയിട്ടും വളരെ നല്ല രീതിയിലും ഫിലിം എടുത്തിട്ടുണ്ട്. യാമി ഗൗതം ഇതിനകത്ത് ഒരു പ്രധാന ക്യാരക്ടറായിട്ട് വരുന്ന യാമി ഗൗതം എനിക്കൊന്ന് പുള്ളിക്കാരിക്ക് വളരെ നല്ല ക്യാരക്ടേഴ്സ് റീസെൻ്റായിട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് നല്ല സിനിമകളിൽ നല്ല ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി ഓ മൈ ഗോഡ് 2-ൽ പുള്ളിക്കാരിയുടെ ക്യാരക്ടർ ഒരു വക്കീലായിട്ട് വന്ന ക്യാരക്ടർ അടിപൊളി റോളായിരുന്നു. നല്ലൊരു സെൻട്രൽ ക്യാരക്ടറായിട്ട് വളരെ പവർഫുള്ളായിട്ടുള്ള സ്ട്രോങ് ക്യാരക്ടറായിട്ട് യാമി ഗൗതമത്തിന് ഒരുപാട്
ക്യാരക്ടേഴ്സ് ഈ അടുത്ത കാലത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്രിയാമണിക്കും ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ മൈതാൻ എന്ന് പറയുന്ന സിനിമയിൽ കിട്ടിയതുപോലെ ഇതിനകത്തും വളരെ നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആൻഡ് പവർഫുൾ ഒരു വുമൻ എന്നൊരു രീതിയിലാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അത്തരത്തിലുള്ളൊരു ക്യാരക്ടറാണ് പുള്ളിക്കാരിക്കും വന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് ഇതൊരു ഈയൊരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ലേഡീസിനെ ഫോക്കസ് ചെയ്തൊരു സ്ത്രീകളെ ഫോക്കസ് ചെയ്ത് കൊണ്ടും കൂടെയാണ് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം അതിന് വേറെ കുറേ റീസൺസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് ഒരുപാട് ഈ സ്ത്രീകളെയും അവരുടെ പാരമ്പര്യ സ്വത്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ഈ ആർട്ടിക്കിൾ 370 ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനൊരു കാസ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്ത്. ഇതിനകത്തുള്ള കാസ്റ്റിങ്സ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അത്യാവശ്യം വളരെ നല്ല കാസ്റ്റിംഗ് ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നരേന്ദ്രമോദിയായിട്ട് വന്ന ക്യാരക്ടർ, പുള്ളിയുടെ പേര് അരുൺ ഗോവിൽ എന്നാണ്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. അടിപൊളിയായിട്ട് പുള്ളി ഇത് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് വരും, അദ്ദേഹം അത് പ്രധാനമന്ത്രിയാണ്, റിയൽ ക്യാരക്ടറാണ് എന്നൊരു ഫീല് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ സ്പെഷ്യൽ മെൻഷൻ അറിയിക്കുന്നത് അമിത്ഷായായിട്ട് ചെയ്ത ക്യാരക്ടർ കിരൺ കർമാർക്കർ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയും കിടിലമായിരുന്നു. പുള്ളിയുടെ ലുക്കും എല്ലാം പെർഫെക്റ്റ്ലി അമിത്ഷായുടെ ഡിറ്റോ എന്ന് വേണമെങ്കിൽ പറയാം. അത്ര പെർഫെക്റ്റാണ് അത് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്പെഷ്യലി ഇതൊരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാകുമ്പോൾ അതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സും റിയൽ ആയിരിക്കണം. ആ ഒരു ഫീലിംഗ് ആൾക്കാർക്ക് കിട്ടണം, എങ്കിലേ അത് വർക്കാവുള്ളൂ. അപ്പോൾ അത് അത്ര പെർഫെക്റ്റായിട്ട് ആ ഒരു രീതിയിൽ കാസ്റ്റിങ്സ് എല്ലാം പെർഫെക്റ്റാണ്. അതാണ് വൺ ഓഫ് ദി പ്ലസ് പോയിൻറ്റ്സ് എന്ന് പറയാൻ പറ്റുന്നത്. അടിപൊളിയായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ യാമി ഗൗതത്തിൻ്റെ ക്യാരക്ടറായാലും കിടിലമായിട്ടാണ് അവരുടെ പുള്ളിക്കാരുടെ പേഴ്സണൽ ലൈഫ് കാണിക്കുന്നത്. ഇതൊരു പീരീഡ്, ഇത് പെട്ടെന്ന് നടക്കുന്നൊരു സംഭവമല്ല. ഇതൊരു കുറച്ച് ഒരു 3-4 വർഷമോ എത്ര പീരീഡ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു പീരീഡിൽ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും അവരുടെ പേഴ്സണൽ ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഫിലിം കംപ്ലീറ്റ്ലി കാണിക്കുന്നത്. എൻഡിങ്ങിൽ കുറച്ചൊരു ഫിക്ഷണൽ എലമെൻറ്റ്സ്, ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചൊരു ഫിക്ഷണലായിട്ട് കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് ഓവറോൾ മൂവി ഈസ് റിയലി ഗുഡ്. നെറ്റ്ഫ്ലിക്സിൽ സിനിമ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാം. ഈ സൂപ്പർ ഹീറോസിൻ്റെ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസിൻ്റെ ഫിലിംസ് കാണുന്നതിനേക്കാളും ഇത്തരത്തിലുള്ള കുഞ്ഞു സിനിമകൾ കാണുക. വളരെ മികച്ചൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി. ഈ റീസെൻ്റായിട്ട് ഞാൻ കുറേ സിനിമകൾ കഴിഞ്ഞ ഒരാഴ്ച 1-2 ആഴ്ചയൊക്കെ ആയിട്ട് കുറേ സിനിമകൾ ഞാൻ കാണാൻ ശ്രമിക്കുന്നുണ്ട്. സിനിമകൾ കാണാൻ തുടങ്ങുമ്പോഴത്തേക്കും ഭയങ്കര ബോറായിട്ട് സിനിമ നിർത്തുന്നുണ്ട്. മുന്നോട്ട് കാണാൻ തോന്നുന്നില്ല. അത്രമാത്രം വേസ്റ്റ് പടങ്ങളാണ് കുറേ റിലീസായിരിക്കുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയാണ്. അതായത് ഈ 12th ഫെയിൽ, ആർട്ടിക്കിൾ 370 ഇതൊക്കെ പറയുന്ന അടിപൊളി പടമാണ്. എനിക്കൊരു പ്രൊപ്പഗാൻഡ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ബട്ട് ഇറ്റ്സ് എ ഗുഡ് മൂവി ടു വാച്ച്. ഇഫ് യു ലൈക്ക് ഇറ്റ്, യു ക്യാൻ വാച്ച് ഇറ്റ് ഇൻ നെറ്റ്ഫ്ലിക്സ്. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.